സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. തിരൂരിൽ അർജുനെ കാണാതായ സംഭവത്തിൽ പുഴയിൽ പുതിയ സിഗ്നൽ കണ്ടെത്തി. മൺതിട്ടയ്ക്ക് സമീപം കണ്ടെത്തിയ പുതിയ സിഗ്നൽ ലോറിയുടേതിന് സമാനം. പുഴയിലെ അടിയൊഴുക്ക് അതിശക്തം. എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിക്കുന്ന ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതി നോട്ടീസ്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും സുപ്രീം കോടതി നിർദ്ദേശം. കാർഷിക സർവകലാശാല VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ച വിഷയത്തിൽ സുപ്രീം കോടതിയുടേത് നിർണായക ഇടപെടലെന്ന് മന്ത്രി P. രാജീവ്. ഭരണഘടനാപരമായി പരിശോധിക്കേണ്ടതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും മന്ത്രി. ഗവർണർമാർക്ക് മറ്റു പദവികൾ നൽകുന്നതിനെതിരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ബില്ലിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ബിൽ അവതരണത്തിന് അനുമതി തേടിയത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചു. കൂടോത്രത്തിനെതിരെ ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ച് കോൺഗ്രസ് MP ബെന്നി ബെഹനാൻ. യുക്തിചിന്താ പ്രോത്സാഹന ബിൽ ലക്ഷ്യം വയ്ക്കുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരായ നിയമനിർമ്മാണം. ബിൽ അവതരണം സംസ്ഥാന കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിന് പിന്നാലെ. സംസ്ഥാന കോൺഗ്രസിൽ K. സുധാകരൻ സതീശൻ തർക്കം രൂക്ഷം. പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ പുറത്തുവരുന്നതിൽ അന്വേഷണം വേണമെന്ന് K. മുരളീധരൻ. അത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് മുരളീധരൻ. VD സതീശൻ വാർത്തകൾ ചോർത്തുന്നുവെന്ന വിമർശനം ശക്തമായതിന് പിന്നാലെയാണ് മുരളീധരന്റെ പ്രതികരണം. ബജറ്റിലെ അവഗണനയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ബജറ്റ് അവഗണനയിൽ ധനമന്ത്രിക്ക് പ്രതിപക്ഷ MPമാർ നിവേദനം നൽകും. നാളെ ചേരുന്ന നീതി ആയോഗ് യോഗത്തിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. കാർഗിലിൽ പാകിസ്ഥാനുമേലെ ഇന്ത്യയുടെ ഐതിഹാസിക വിജയത്തിന് ഇന്ന് 25 വയസ്സ്. വീരമൃത്യു വരിച്ച 527 സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം. കാർഗിൽ കൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ലെന്നും രാജ്യത്തോട് നിഴൽ യുദ്ധം നടത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം ഇനി പാരീസിലേക്ക്. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഉദ്ഘാടനം ഇന്ത്യൻ സമയം രാത്രി 11-ന്. 206 രാജ്യങ്ങളിൽ നിന്ന് 10,714 താരങ്ങൾ പങ്കെടുക്കും. കൈരളി ന്യൂസിന് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ. മികച്ച സാമൂഹിക പ്രതിബദ്ധത റിപ്പോർട്ടിനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് എഡിറ്റർ ലെസ്ലി ജോണിന്. മികച്ച സാമൂഹിക വിശകലന റിപ്പോർട്ടിനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് റിപ്പോർട്ടർ വിജിൻ വായാന്തോടിന്. തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയ യുവതി കീഴടങ്ങി. ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ ധന്യ മോഹനാണ് കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയായിരുന്നു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം MDMAയും കൊക്കൈനുമായി യുവാവ് പിടിയിൽ. വേളി മാധവപുരം സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. 104 ഗ്രാം MDMAയും 2 ഗ്രാം കൊക്കൈനുമായാണ് ഡാൻസ് ഓഫ് ടീം ഇയാളെ പിടികൂടിയത്. കൊല്ലം കുളത്തൂപ്പുഴ 50 ഏക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. വനംവകുപ്പിന്റെ നഴ്സറിയോട് ചേർന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം 2 കാട്ടാനകൾ എത്തിയത്. പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് നിത്യസംഭവം. ഇടുക്കി കരുണാപുരത്ത് മകന് വിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. കരുണാപുരം സ്വദേശിനി ആര്യയാണ് മരിച്ചത്. മകൻ ആരോമൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കമ്പംമെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. തൃശൂർ പഴയന്നൂരിലാണ് സംഭവം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴയന്നൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ പാറയ്ക്കൽ കുളത്തിലേക്കാണ് ലോറി മറിഞ്ഞത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് പുതുച്ചേരി ലാബിൽ നടത്തിയ PCR പരിശോധനയിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള കർണാടക തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് വിവരം. വടക്കൻ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഞായറാഴ്ച വരെ തുടരും. തിരുവല്ല വേങ്ങലിൽ കാറിന് തീപിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. തിരുവല്ല വെങ്ങല സ്വദേശികളായ റിജോയുടെയും ഭാര്യ ലൈജുവിന്റെയും മൃതദേഹങ്ങളാണ് കാറിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലത്തൂർ എടാംപറമ്പ് തടയണയിൽ വാഹനമാക്കപ്പെട്ടു. വാഹനത്തെ കരക്കെത്തിച്ചത് ഒരു സംഘം യുവാക്കൾ. ശക്തമായ മഴ ഉണ്ടായാൽ ഈ വഴിയുള്ള ഗതാഗതം ദുസ്സഹം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. തൃശൂർ ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്തത് 15 ലക്ഷം രൂപ. പ്രതിയായ മലപ്പുറം വണ്ടൂർ സ്വദേശി നിയാസ് അറസ്റ്റിൽ. മഞ്ഞപ്പിത്തം വ്യാപകമായ പുളിക്കൽ അരൂർ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും. ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുടെ സംഘങ്ങളും ഗൃഹസന്ദർശനം നടത്തി. രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങളും നടത്തി. കാമുകനെതിരെ കൊട്ടേഷൻ കൊടുത്ത് കാമുകി. ഇടുക്കി അടിമാലിയിലാണ് സംഭവം. കുഞ്ചത്തണ്ണി ഉപ്പാർ സ്വദേശി സുമേഷ് പരിക്കേറ്റ ആശുപത്രിയിൽ. പരസ്പരം പിണങ്ങിയതോടെ യുവാവ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടതാണ് പ്രകോപന കാരണം. ആളിയാർ ഡാമിന്റെ 11 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 6 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. 1133 ക്യൂ6 അളവിൽ ജലമൊഴുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണ അപകടം. ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിലാണ് സംഭവം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ ചാരായവും 60 ലിറ്റർ കോടയും പിടികൂടി. കൊല്ലം ചടയമംഗലത്താണ് സംഭവം. സംഭവത്തിൽ കമ്പമ്പോട് സ്വദേശി റെജിമോൻ അറസ്റ്റിൽ. സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ അതേ ബസ് തട്ടി 6 വയസ്സുകാരി മരിച്ചു. നാരങ്ങാപ്പറ്റയിലെ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. വൈക്കത്ത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് കൃഷി നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വെച്ചൂർ സ്വദേശി പി ബിബിൻ എന്നയാളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 64 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയുള്ള 4 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ പാബ്ലോ എസ്കോബാറിനോട് ഉപമിച്ച ചന്ദ്രബാബു നായിഡു. സർക്കാരിനെതിരെ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നായിഡുവിന്റെ അധിക്ഷേപം. മുംബൈയിലെ അടൽ സേതു കടൽപ്പാലത്തിൽ നിന്ന് ചാടി യുവാവ്. ഡോംബിവലി സ്വദേശിയായ എഞ്ചിനീയറാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പാലത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളും യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്.
ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ. ഒഡീഷയിലെ ചന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. മലക്പോർട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ യുവാവിനെതിരെ കേസ്. പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലെ ശുചീകരണ തൊഴിലാളിയായ 23-കാരനെതിരെയാണ് കേസ്. കശ്മീരിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ജെയ്ഷെ അനുകൂലികളായ ലയാഖത്ത് അലി, മൂൽരാജ് എന്നിവരാണ് പിടിയിലായത്. ആക്രമണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇവർ ബോധപൂർവം മറച്ചുവെച്ചു. ജമ്മു കശ്മീരിലെ രജൌരിയിൽ നിരോധിത മയക്കുമരുന്ന് ഗുളികകൾ കൈവശം വെച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്നും നിരോധിത മയക്കുമരുന്നായ ട്രമാഡോർ ഹൈക്ലോഡ്രൈഡിൻ പിടിച്ചെടുത്തു. ഉത്തർപ്രദേശിൽ തങ്ങൾക്കു നേരെ വടി ചുഴറ്റിയെന്നാരോപിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ കാവടി തീർത്ഥാടകർ മർദ്ദിച്ചു. 100 കണക്കിന് തീർത്ഥാടകരുടെ നടുവിൽ വെച്ചാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇന്ത്യയിൽ വന്ധ്യതാ നിരക്ക് ഗണ്യമായി വർദ്ധിച്ചത് ഭാവി ജനസംഖ്യയെ ബാധിക്കുമെന്ന് വിദഗ്ധർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് 6-ൽ ഒരാൾക്ക് വന്ധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. കമലാ ഹാരിസിന് തീവ്ര ഇടതുപക്ഷ ഭ്രമമെന്നും ഭരിക്കാൻ യോഗ്യയല്ലെന്നും ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി ആദ്യമായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവെയാണ് ട്രംപിന്റെ പരാമർശം. ഹൈക്കിങ്ങിനിടെ കാൽവഴുതി 200 അടി താഴ്ചയിലേക്ക് വീണ 20-കാരിക്ക് ദാരുണാന്ത്യം. കാലിഫോർണിയയിലുള്ള യോസ്മെറ്റ് ദേശീയോദ്യാനത്തിലാണ് സംഭവം. ഹൈക്കിങ്ങിനിടെ ശക്തമായ മഴയും കാറ്റും വന്നതാണ് അപകടത്തിന് കാരണമായത്. നെതന്യാഹുവിന്റെ സന്ദർശനത്തിനിടെ US പാർലമെന്റിന് മുന്നിൽ പ്രക്ഷോഭം. പലസ്തീൻ അനുകൂലികളാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യമുന്നയിച്ചാണ് പ്രക്ഷോഭം. HIV ബാധ തടയുന്നതിന് മരുന്ന് കണ്ടെത്തിയ ഗവേഷകർ. മനുഷ്യരിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ക്ലാസ് മരുന്നായ ലെനകാവിർ അമേരിക്കൻ കമ്പനിയായ ഗിലായദ് സയൻസസ് ആണ് വികസിപ്പിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കമലാ ഹാരിസിനേക്കാൾ യോഗ്യരായ മറ്റാരുമില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി. വൈറ്റ് ഹൌസ് ബ്രീഫിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കരീൻ ജീൻ പിയറി. ഒളിമ്പിക്സ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കണ്ടെത്തലിൽ റഷ്യൻ ചാരനെന്ന് സംശയിക്കുന്ന ആൾ പാരീസിൽ അറസ്റ്റിൽ. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ. റഷ്യയിലെ ഏറ്റവും സുന്ദരിയായ ബൈക്കർ എന്നറിയപ്പെട്ടിരുന്ന തത്യാന ഓസോലിന ബൈക്ക് അപകടത്തിൽ മരിച്ചു. തത്വാനയുടെ ബൈക്ക് ട്രക്കിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. ഖാൻ യൂനിസിൽ ഇസ്രയേൽ നടത്തിയ ബോംബിംഗിലും പീരങ്കി ആക്രമണത്തിലും 24 കുട്ടികളടക്കം 121 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 1.5 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇവിടെ നിന്നും പലായനം ചെയ്തത്. കുവൈറ്റിൽ ഫർവാനിയ ഗവർണറേറ്റിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ നിരവധി താമസ നിയമ ലംഘകർ പിടിയിൽ. ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ശരീരം പാടെ തളർന്നെങ്കിലും മനസ്സ് തളർന്നില്ല. ചുണ്ടുകൾക്കിടയിൽ ബ്രഷ് കടിച്ചുപിടിച്ച് ജസ്ഫർ കോട്ടക്കുന്ന് പെയിന്റ് ചെയ്ത ഷർട്ട്
വൈറൽ. നടൻ മമ്മൂട്ടിക്കാണ് ജസ്ഫർ ഷർട്ട് നൽകിയത്. ഒമാനിലെ വാദി കബീർ വെടിവയ്പിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ്. ഇരയായവരുടെ കുടുംബങ്ങൾ മസ്കറ്റ് ഇന്ത്യൻ എംബസിയിലെത്തി. ഒമാൻ ഇന്ത്യ വ്യാപാര സഹകരണത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ റൈസ് ഫെസ്റ്റിവലിന് തുടക്കമായി. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. ജനമനസ്സിലെ ജനനായകൻ എന്ന തലക്കെട്ടോടെ ദമാം OACC റീജിയണൽ കമ്മിറ്റിയാണ് വാർഷികം ആചരിച്ചത്. അനുസ്മരണ സമ്മേളനം സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. അഞ്ചു മാസത്തോളമായി ഷാർജയിൽ നിന്ന് കാണാതായ മലയാളി യുവാവ് മരിച്ചതായി പോലീസ്. മൃതദേഹം തിരിച്ചറിയാത്തതിനാൽ അജ്ഞാത ജഡമെന്ന പേരിൽ പിന്നീട് സംസ്കരിക്കുകയായിരുന്നു. റിലീസിന് മുന്നേ ധനുഷ് നായകനായി എത്തുന്ന ചിത്രം രായന്റെ 1.78 ലക്ഷം ടിക്കറ്റുകൾ വിറ്റെന്ന ബുക്ക് മൈ ഷോ റിപ്പോർട്ട്. വലിയ സ്വീകാര്യതയാണ് രായന് ലഭിക്കുന്നത്. കൽക്കി 2798 AD പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. പ്രീസെയിൽ ബിസിനസ് 100 കോടി രൂപ കവിഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നടൻ ഷാരൂഖ് ഖാന്റെ ഫോട്ടോ പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കി. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് താരത്തിന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്. ലവ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വ്യാഴാഴ്ച പുറത്തുവിട്ടു. റൌഡി പിക്ചേഴ്സിന്റെ ബാനറിൽ നയൻതാരയാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിഘ്നേഷ് ശിവനാണ് സംവിധാനം നിർവഹിക്കുക. വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞുപോയെന്ന വിമർശനത്തിന് മറുപടിയുമായി നടി അമല പോൾ. ഞാൻ ധരിച്ച വസ്ത്രത്തിനല്ല പ്രശ്നം, അത് ഷൂട്ട് ചെയ്യുന്ന വിധമാണ് അനുചിതമെന്ന് അമല പോൾ. ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി ദീപിക പദുക്കോണെന്ന റിപ്പോർട്ടുകൾ. ആലിയ ഭട്ടാണ് 2ാം സ്ഥാനത്ത്. സിനിമ ട്രാക്കിംഗ് സൈറ്റുകളാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. SN സ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രം സീക്രട്ട് നാളെ തിയേറ്ററുകളിലേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, അപർണ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നത്. അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 34 ഡോക്യുമെന്ററികൾ മത്സരിക്കും. 22 ഹ്രസ്വ ഡോക്യുമെന്ററികളും 12 ദീർഘ ഡോക്യുമെന്ററികളുമാണ് മത്സര വിഭാഗത്തിലുള്ളത്. ഗോയ്തെ സെൻട്രം ജർമ്മൻ ചലച്ചിത്രമേള ജൂലൈ 28-ന്. 2021 പുറത്തിറങ്ങിയ 4 ജർമ്മൻ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് മേള സംഘടിപ്പിക്കുന്നു. പുതിയ കളർ ഓപ്ഷനുകൾ അവതരിപ്പിക്കാനൊരുങ്ങി ഷവോമി. ഷവോമി 14CV ലിമിറ്റഡ് എഡിഷൻ പാൻഡ ഡിസൈൻ ജൂലൈ 29-ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ HMD ബ്രാൻഡഡ് ഫോണുകളായ HMD ക്രസ്റ്റ് മാക്സ് എന്നിവ ലോഞ്ച് ചെയ്തു. വരാനിരിക്കുന്ന ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം സെയിലിൽ 2 മോഡലുകളും വാങ്ങാൻ ലഭ്യമാകും. റിയൽമി നാർസോ N61 അടുത്ത ആഴ്ച ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഏറ്റവും പുതിയ നാർസോ സീരീസ് സ്മാർട്ട് ഫോണിന് IP54 റേറ്റിംഗ് ഉണ്ടെന്ന റിപ്പോർട്ടുകൾ.
ആദ്യ ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കാനുള്ള മുന്നൊരുക്കവുമായി ആപ്പിൾ കമ്പനി. ക്ലാംഷെൽ ഡിസൈനിലാണ് ഫോണിന്റെ രൂപകൽപ്പനയെന്ന് റിപ്പോർട്ട്. ആപ്പിൾ മാപ്പ് ഇനി വെബിലും ലഭിക്കും. നിലവിൽ ബീറ്റ വെർഷനാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുവഴി ലോകത്തെവിടെയുമുള്ളവർക്കും അവരുടെ ബ്രൗസറുകൾ വഴി ആപ്പിൾ മാപ്പ് ഉപയോഗിക്കാനാവും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആപ്പിൾ വാച്ച് ഫോർ കിഡ്സ് ഫീച്ചർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ആപ്പിൾ വാച്ചുകൾ സുരക്ഷിതമായി കുട്ടികൾക്ക് നൽകാനും കുട്ടികളുടെ സുരക്ഷയ്ക്കായി അത് ഉപയോഗപ്പെടുത്താനും ഈ ഫീച്ചർ രക്ഷിതാക്കളെ സഹായിക്കും. മെറ്റ AI-യിൽ ഹിന്ദി ഭാഷയും അവതരിപ്പിച്ചു. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ മെറ്റ AI ചാറ്റ്ബോട്ടിലൂടെ ഹിന്ദിയിലും ഇനി ചാറ്റ് ചെയ്യാനാകും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.